بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയും ദീനിന്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മൾ ഹജ്ജിന് മുമ്പ് സംസാരിച്ചു വച്ചത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവെ എപ്രകാരം വിശേഷിപ്പിച്ചുവോ അതിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. പ്രസ്തുത വിഷയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഏതാനും ഹദീസുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എടുത്തു നൽകിയതാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. പ്രസ്തുത ഹദീസുകൾ നൽകിയതിനു ശേഷം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നത്, ഇല അംസാലി ഹാദിഹിൽ അഹാദീസ് അല്ലതി യുഖ്ബിറു ബിഹാ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റബ്ബിഹി ബിമാ യുഖ്ബറു ബിഹി ഫഇന്നൽ ഫിർഖത الناجിയത അഹ്ല സുന്നത്തി വൽ ജമാഅ യുഅ്മിനൂന ബിദാലിക കമാ യുഅ്മിനൂന ബിമാ അഖ്ബറ അല്ലാഹു ബിഹി ഫീ കിതാബിഹി മിൻ ഗൈരി തഹ്രീഫിൻ വലാ തഅ്തീലിൻ വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ. അഥവാ അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ അറിയിക്കുന്ന ഹദീസുകൾ നൽകിയതിനു ശേഷം ഷെയ്ഖുൽ ഇസ്ലാം തുടർത്തിയത് ഇല അംസാലി ഹാദിഹിൽ അഹാദീസ്, ഈ ഹദീസുകൾ പോലോത്ത ഹദീസുകൾ പറയുന്നുണ്ട്. അല്ലതി യുഖ്ബിറു ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റബ്ബിഹി, ആ ഹദീസുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിനെ കുറിച്ച് പറയുന്നു. ബിമാ യുഖ്ബറു ബിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് വിവരം നൽകപ്പെടുന്നത് അതുകൊണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് അള്ളാഹു നൽകിയ വിവരം അനുസരിച്ചാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വഹീയാക്കിയതനുസരിച്ചാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ വെളിച്ചത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതെന്തോ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഷെയ്ഖുൽ ഇസ്ലാം തുടർത്തി പറയുന്നു, ഫഇന്നൽ ഫിർഖത الناجിയ, രക്ഷപ്പെട്ട കക്ഷിയാകുന്ന അഹ്ലസുന്നത്തി വൽ ജമാഅ യുഅ്മിനൂന ബിദാലിക്, അതിൽ വിശ്വസിക്കുന്നു, അത് വിശ്വസിച്ച് അംഗീകരിക്കുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീയാക്കിയതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതിൽ വിശ്വസിക്കുന്നു, അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. കമാ യുഅ്മിനൂന ബിമാ അഖ്ബറ അല്ലാഹു ബിഹി ഫീ കിതാബിഹി, എപ്രകാരമാണ് ഹദീസിൽ വന്നത് വിശ്വസിക്കുന്നത്? കമാ യുഅ്മിനൂന ബിമാ അഖ്ബറ അല്ലാഹു ബിഹി ഫീ കിതാബിഹി, അല്ലാഹു തന്നെ കുറിച്ച് അല്ലാഹുവിന്റെ കിതാബിൽ പറഞ്ഞത് എപ്രകാരം വിശ്വസിക്കുന്നു ആ പ്രകാരം. അപ്പൊ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
അതിൽ വിശ്വസിക്കുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വിജയത്തിന്റെ കക്ഷി. അപ്രകാരമാണ് അള്ളാഹുവെ കുറിച്ച് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുമൊഴികളിൽ പറഞ്ഞതിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വിജയത്തിന്റെ കക്ഷിയുടെ വിശ്വാസം. മിൻ ഗൈരി തഹരീഫിൻ വലാ തഅ്തീലിൻ വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ. അള്ളാഹുവെ കുറിച്ച് പറഞ്ഞത് തഹരീഫില്ലാതെ, മാറ്റിത്തിരുത്താതെ, വലാ തഅ്തീലിൻ ആ പറഞ്ഞ വിശേഷണങ്ങളെ നിഷേധിക്കാതെ, വമിൻ ഗൈരി തക്യീഫിൻ അതിന്റെ കൈഫ് കോലം എങ്ങനെ എന്നുള്ളത് രൂപകൽപ്പന അല്ലെങ്കിൽ കോലം പറയാതെ, ഇന്ന കോലത്തിൽ എന്നുള്ളത് പറയാതെ, വല തംസീൽ അതിനെ മസല് പറയാതെ, രൂപപ്പെടുത്താതെ. അപ്പോൾ രൂപപ്പെടുത്താതെ, എങ്ങനെയെന്ന കോലം പറയാതെ, നിഷേധിക്കാതെ, ദുർവ്യാഖ്യാനിച്ചും മറ്റും അതിനെ മാറ്റത്തിരുത്തലുകൾ വരുത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കിതാബിൽ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുമൊഴികളിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു നൽകിയ വഹി അനുസരിച്ച് പറഞ്ഞത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വിജയത്തിന്റെ കക്ഷി വിശ്വസിക്കുന്നു. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ തിരുമൊഴികൾക്ക് ശേഷം പറഞ്ഞു വെച്ചത്. തുടർന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകതയാണ് വിശദീകരിക്കുന്നത്. വിജയത്തിന്റെ കക്ഷിയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത എന്താണ്, സവിശേഷത എന്താണ്? അത് പറയുന്നത് ശൈഖുൽ ഇസ്ലാം പ്രകാരം, ബൽ ഹുമുൽ വസതു ഫിൽ ഫിറഖിൽ ഉമ്മ കമാ അന്നൽ ഉമ്മത ഹിയൽ വസതു ഫിൽ ഉമം. ബൽ എന്ന് മാത്രമല്ല, എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവെ കുറിച്ച് പറഞ്ഞത് വിശ്വസിക്കുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅ. ബൽ എന്ന് മാത്രമല്ല, ഹുമുൽ വസത് ഫി ഫിറഖിൽ ഉമ്മ, ഉമ്മത്തിലെ മുസ്ലിം സമുദായത്തിലെ കക്ഷികളുണ്ട്. ആ കക്ഷികളുടെ നിലപാടുകളിലും സമീപനങ്ങളിലും ശുഷ്കമായതും അതിരുവിട്ടതുമായ സമീപനമുണ്ട്. പക്ഷെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഹുമുൽ വസത്ത്, അവർ മധ്യമ നിലപാടുകാരാണ്, മിതത്വത്തിന്റെ മധ്യമ നിലപാടിന്റെ വാക്താക്കളാകുന്നു. ഹുമുൽ വസത്ത് ഫി ഫിറഖിൽ ഉമ്മ, ഉമ്മത്തിലെ കക്ഷികളിൽ അവരാകുന്നു മധ്യമ നിലപാടുകാർ. കമാ അന്നൽ ഉമ്മ ഹിയൽ വസത്തു ഫിൽ ഉമം, സമൂഹങ്ങളിൽ ഈ സമുദായം മധ്യമ സമുദായം. ജൂതന്മാർ, ക്രൈസ്തവർ, ഇങ്ങനെ പല ജനസമൂഹങ്ങളുണ്ട്. ആ സമൂഹങ്ങളിലിടയിൽ മുസ്ലിം സമുദായം, ഈ ഉമ്മത്ത് മധ്യമ സമുദായം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉമ്മത്തൻ വസതാക്കിയിട്ടുണ്ട്, മധ്യമ സമുദായം. ആ മധ്യമ സമുദായത്തിൽ കുറെ കക്ഷികളുണ്ട്. ആ കക്ഷികളിൽ മിതത്വത്തിന്റെയും മധ്യമ സമീപനത്തിന്റെയും വാക്താക്കളാകുന്നു വിജയത്തിന്റെ കക്ഷിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നത്. ജനസമൂഹങ്ങൾ വിശ്വാസ കാര്യങ്ങളിൽ, കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ പഴച്ചുപോയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിൽ ക്രൈസ്തവർ പഴച്ചുപോയി, ജൂതന്മാർ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് അർഹരുമായി, ക്രൈസ്തവർ വിവരമില്ലാതെ അള്ളാഹു നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിലല്ല അള്ളാഹുവിനെ ആരാധിച്ചത്, പിന്നെ വിവരക്കേട് കൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിച്ചത്. ജൂതന്മാരോ വിവരമുണ്ടെങ്കിലും ആ വിവരം കൊണ്ട് അവർ അമലെടുത്തില്ല, കർമ്മങ്ങൾ കൈയൊഴിച്ചു ജൂതന്മാർ. ക്രൈസ്തവർ കർമ്മങ്ങളിൽ പിഴക്കുകയും ചെയ്തു, കർമ്മങ്ങൾ ചെയ്തു. പക്ഷേ അവർ അവരുടെ തന്നിഷ്ടത്തിനൊത്തും അവരുടെ പുരോഹിതന്മാരും അതേപോലെ വേദപണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്കനുസരിച്ച് വഹീന്റെ ദിവ്യകൽപ്പനയുടെ വെളിച്ചത്തിലല്ലാതെ അവർ അള്ളാഹുവിനെ ആരാധിച്ചു. അഹ്ലുസുന്നത്ത് വൽ ജമാഅക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് അമലുണ്ട്. പക്ഷേ പ്രസ്തുത അമൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല
വഹിയേകിയതിനനുസരിച്ചുള്ള അമലാണ്. അള്ളാഹു എന്താണോ ഷറാക്കിയത് ആ ഷറാക്കിയത് കൊണ്ടുള്ള അമലാണ്. അതേപോലെ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം. ജൂതന്മാർക്ക് അതിൽ പിഴവ് പറ്റി. അവർ അള്ളാഹുവിന്റെ കുറവുകളും ന്യൂനതകളും എണ്ണി. അള്ളാഹുവിന് ക്ഷീണമുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിന് മയക്കമുണ്ട്, അള്ളാഹുവിന് ഉറക്കമുണ്ട്, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കളിക്കുന്നു തുടങ്ങിയ കുറവുകളൊക്കെ അള്ളാഹുവിലേക്ക് ചേർക്കുകയുണ്ടായി. നസാറാക്കളോ കുറവുകളും പോരായ്മകളുമുള്ള സൃഷ്ടികളെ അള്ളാഹുവിലേക്ക് ചേർക്കുകയും സമ്പൂർണനായ അള്ളാഹുവിലേക്ക് പൂർണ്ണരല്ലാത്ത സൃഷ്ടികളെ ചേർത്ത് അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ അവർക്ക് പിഴവ് പറ്റി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിലപാടുകളിലൊക്കെ അവർ മധ്യമ നിലപാടുകാരാണ്. അങ്ങനെ ഒരു മധ്യമ സമുദായമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തെ അനുഗ്രഹിച്ചു. അള്ളാഹുവിനോട്ട് ചേർക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കുന്നതിൽ നിന്ന് അവർ അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തി. കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അള്ളാഹുവിനെ അവർ പരിശുദ്ധപ്പെടുത്തി. അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അവന് മാത്രം ഹംദുകളോതി അഹ്ലുസുന്നത്ത് മുസ്ലിം സമുദായം മധ്യമ സമുദായമായി. ഈ മുസ്ലിം സമുദായത്തിൽ ധാരാളം കക്ഷികൾ ഉടലെടുക്കുകയുണ്ടായി. ഖദരിയ കക്ഷി, റാഫിദ ഷിയ കക്ഷി, ഖവാരിജുകൾ, മുഅ്തസിലിയത്ത്, മുർജിയത്ത് തുടങ്ങി കുറെ കക്ഷികൾ ഉണ്ടായി. അവരൊക്കെ പല വിശ്വാസ കർമ്മങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന വിജയത്തിന്റെ കക്ഷി ഈ സമുദായത്തിലെ കക്ഷികൾക്കിടയിൽ വസത്താണ്, മധ്യമ നിലപാടുകാരാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ഒരു പ്രസ്താവന ബൽഹുമുൽ വസതു ഫി ഫിറഖിൽ ഉമ്മ കമാ അന്നൽ ഉമ്മത ഹിയൽ വസതു ഫിൽ ഉമം എന്ന് പറഞ്ഞതിന് ശേഷം ഏതൊക്കെ വിഷയത്തിലാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മധ്യമ നിലപാടുകാർ, അതിന് ചില ഉദാഹരണങ്ങൾ ഇവിടെ എണ്ണുകയാണ്. അതാണ് നമ്മൾ തുടർന്ന് ഇവിടെ വിശദീകരിക്കുന്നത്. ഫഹും വസതുൻ ഫി ബാബി സിഫാത്തില്ലാഹ് സുബ്ഹാനഹു വ തആല ബൈന അഹ്ലി തഅ്തീലി അൽ ജഹ്മിയ്യ വബൈന അഹ്ലി തംസീലി അൽ മുശബ്ബിഹ. ഫഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ വസതുൻ മധ്യമ നിലപാടുകാരൻ ഫി ബാബി സിഫാത്തില്ലാഹി സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ. ആർക്കിടയിലാണ് മധ്യമ നിലപാടിലുള്ളത്? ബൈന അഹ്ലി തഅ്തീൽ അൽ ജഹ്മിയ്യ അല്ലാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിച്ച ജഹ്മികൾക്കിടയിലും വബൈന അഹ്ലി തംസീൽ അൽ മുശബ്ബിഹ അല്ലാഹുവിന് വിശേഷണങ്ങൾ സ്ഥാപിച്ച് അല്ലാഹുവെ രൂപപ്പെടുത്തിയ, അല്ലാഹുവിന് രൂപകൽപ്പന നൽകിയ, സൃഷ്ടികളോട് ഉപമിച്ച കക്ഷികൾക്കും മധ്യയാണ്. അപ്പൊ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യേകത അവർ ജഹ്മികൾക്കും മുശബ്ബിഹത്തിനും ഇടയിലാണ്. ജഹ്മികൾ എന്താ ചെയ്തത്? ജഹ്മികൾ അഹ്ലു തഅ്തീലാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിച്ചവരാണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ നമ്മളിവിടെ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ വന്ന അള്ളാഹുവിന്റെ സിഫത്തുകളെ നമ്മൾ എണ്ണി. അതേപോലെ തന്നെ ഹദീസുകളിൽ ഏതാനും ഹദീസുകൾ എണ്ണിയിട്ട് ആ എടുത്ത് ഉദ്ധരിച്ച് അള്ളാഹുവിന് പറഞ്ഞതായ സിഫാത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് അള്ളാഹുവിന് പറഞ്ഞതാണ്. അള്ളാഹു വഹി നൽകിയതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞതാണ്. ഈ വിശേഷണങ്ങളെ ജഹ്മികൾ നിഷേധിച്ചു. അള്ളാഹുവിന്റെ നാമങ്ങളെയും അവർ നിഷേധിച്ചു. അപ്പൊ കാരണം അള്ളാഹ്ക്ക് നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ കേവല നാമങ്ങളല്ല, പിന്നെ ആ നാമങ്ങൾക്ക് തേട്ടങ്ങളുണ്ട്. ആ നാമങ്ങൾ അള്ളാഹുവിന് സിഫത്തുകൾ, വിശേഷണങ്ങളെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പൊ അള്ളാഹു അസമിയാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്. അള്ളാഹു അസമി എന്ന ഉത്തമ നാമം അള്ളാഹ്ക്കുണ്ട്. കേവല ആ നാമല്ല, പിന്നെയോ ആ നാമം അറിയിക്കുന്ന വിശേഷണം അള്ളാഹ്ക്കുണ്ട്. അള്ളാഹു അസമിയാണ്, കേൾക്കുന്നവനാണ്. അപ്പൊ കേൾവി എന്ന വിശേഷണത്തെ അള്ളാഹുവിനെ സ്ഥാപിക്കുന്നു ആ ഇസ്മ നാമം. പിന്നെയോ അള്ളാഹു കേൾക്കും, അത് അള്ളാഹിന്റെ പ്രവൃത്തിയാണ്. ഖദ് സമി അള്ളാഹ്, തീർച്ചയായും അള്ളാഹു കേട്ടിരിക്കുന്നു.
അതേപോലെ അള്ളാഹു യസ്മഉ തഹാവുറകുമ, അള്ളാഹു നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം കേൾക്കുന്നു എന്ന് മുജാദിലയുടെയും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സംഭാഷണത്തിന്റെ വിഷയത്തിൽ പറഞ്ഞു. അപ്പൊ അള്ളാഹു കേൾക്കുന്നവനാണ്. അസ്സമീ എന്ന പേര് അള്ളാഹ്ക്കുണ്ട്. അസ്സമ കേൾക്കുക എന്നുള്ള വിശേഷണം അള്ളാഹുവിനുണ്ട്. അള്ളാഹു കേൾക്കുന്നു എന്ന പ്രവൃത്തി അള്ളാഹ്ക്കുണ്ട്. അള്ളാഹു കേട്ടു, കേൾക്കും. അപ്പോ അള്ളാഹ്ക്ക് പേരുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വിശേഷണങ്ങളെ സ്ഥിരീകരിക്കും. മുഅത്തില അഥവാ ജഹ്മികൾ അള്ളാഹ്ക്ക് വിശേഷണങ്ങളെ പാടെ നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വിശേഷണങ്ങളെ നിഷേധിക്കാൻ അവർ അള്ളാഹുവിന്റെ നാമങ്ങളെയും നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് നാമങ്ങളില്ല, അത് അള്ളാഹുവിന് വിശേഷണങ്ങളുമില്ല എന്ന് പറഞ്ഞ് ജഹ്മികൾ തീവ്രരായി. മുശബ്ബിഹാക്കളോ? മുശബ്ബിഹാക്കൾ അവർ അള്ളാഹുവിന് വിശേഷണങ്ങളെ സ്ഥാപിച്ചു. പക്ഷെ അവർ വിശേഷണങ്ങളെ സ്ഥാപിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ സൃഷ്ടികളുടെ വിശേഷണത്തെ പോലെയാണ് എന്ന് പറഞ്ഞു. അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു കാണുന്നു, ഇതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. പക്ഷേ ഈ വിശേഷണങ്ങളെ സ്ഥാപിച്ചിട്ട് മുശബ്ബിഹാക്കൾ അവർ അള്ളാഹുവിന്റെ കേൾവി പടപ്പുകളുടെ കേൾവി പോലെ, അള്ളാഹുവിന്റെ കാഴ്ച പടപ്പുകളുടെ കാഴ്ച പോലെ എന്ന് പറഞ്ഞ് തശ്ബീഹ് ചെയ്ത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ സൃഷ്ടികളുടെ വിശേഷണങ്ങളോട് ഉപമിച്ചു. അത് മഹാപരാധം. കാരണം എന്താ? അള്ളാഹുവിന്റെ കേൾവി കാരണം എന്താ? അള്ളാഹുവിന്റെ കേൾവിക്ക് ചെറുത് വലുത്, നേർത്തത് കടുത്തത്, അടുത്തത് അകന്നത്, ഇങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. അള്ളാഹുവിന്റെ കാഴ്ചക്ക് ഒളിഞ്ഞത് തെളിഞ്ഞത്, അടുത്തത് അകന്നത്, ചെറുത് വലുത്, വാനങ്ങൾക്കുപരിയുള്ളത്, ഭൂമിക്കടിയിലുള്ളത്, ഇങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൂക്ഷ്മമായി കാണുന്നവനും സൂക്ഷ്മമായി കേൾക്കുന്നവനാണ്. ഇതേപോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം സമ്പൂർണനാണ്. അങ്ങനെയുള്ള സമ്പൂർണ്ണ വിശേഷണങ്ങളുള്ള അത്യുത്തമമായ ഗുണങ്ങളുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളെ ന്യൂനതകളും കുറവുകളും പോരായ്മകളുമുള്ള സൃഷ്ടികളുടെ വിശേഷണങ്ങളോട് ഉപമിക്കുക, തുല്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇത് മഹാപരാധം. അപ്പോ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സ്ഥാപിച്ചാൽ മുശബ്ബിഹ എന്ന് പറയുന്ന വിഭാഗം അവർ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പടപ്പുകളുടെ വിശേഷണങ്ങളോട് ഉപമിച്ചു. എന്നാൽ അൽ മുഅത്തിലയാകുന്ന ജഹ്മികൾ അവർ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പാടെ നിഷേധിച്ചു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഈ രണ്ട് കക്ഷികൾക്കും മധ്യയാണ്, വസത്താണ്. എങ്ങനെയാണ് മധ്യമ നിലപാട് സ്വീകരിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് പറഞ്ഞ വിശേഷണങ്ങളുണ്ട്. അള്ളാഹു വഹയ്യാക്കിയതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് പറഞ്ഞതായ വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അള്ളാഹ് സ്ഥാപിച്ചു. സൃഷ്ടികളോട് ഉപമിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പടപ്പുകളുടെ വിശേഷണത്തെ പോലെയാണ് എന്ന് പറയുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. അള്ളാഹു പരിപൂർണനാണ്. അവന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അള്ളാഹു പറഞ്ഞ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരീകരിച്ച വിശേഷണങ്ങളുണ്ട്. അതിൽ തശ്ബീഹില്ല, സൃഷ്ടികളോട് ഉപമിക്കലില്ല. തക്യീഫ് എങ്ങനെയെന്ന് കോലം പറയലില്ല. അള്ളാഹുവിനൊരു വിശേഷണമെങ്കിൽ അതിനൊരു കോലം ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെ എന്നുള്ളത് പഠിപ്പിക്കപ്പെടാത്തതാണ്, പറയപ്പെടാത്തതാണ്, അറിയിക്കപ്പെടാത്തതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ എന്ന് കോലപ്പെടുത്താതെ, സൃഷ്ടികളോട് അതിൽ ഉപമിക്കാതെ, നിരാകരിക്കാതെ, നിഷേധിക്കാതെ സ്ഥാപിക്കുകയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ചെയ്തത്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അൽ മുഅത്തില എന്ന് പറയുന്ന കക്ഷിയുടെയും അൽ മുശബ്ബിഹ എന്ന് പറയുന്ന കക്ഷിയുടെയും മധ്യത്തിലാണ് എന്ന് പറഞ്ഞത്. മുഅത്തില കക്ഷിയെ അൽ ജഹ്മിയ എന്ന് പറയുന്ന കക്ഷിയോടാണ് പണ്ഡിതന്മാർ കക്ഷിയായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. ജഹ്മു ബിൻ സഫ്വാൻ അത്തിർമിദി എന്ന് പറയുന്ന വ്യക്തിയിലേക്കാണ് ജഹ്മിയ കക്ഷി ചേർക്കപ്പെടുന്നത്. അയാളാണ് ജഹ്മിയ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ.
ജഹ്മിയ കക്ഷി അവരുടെ നിഷേധത്തിൽ പങ്കുപറ്റികളായിട്ടാണ് മുഅ്തസിലിയാക്കളും അശ്അരികളും ഉള്ളത്. കാരണം മുഅ്തസിലിയ കക്ഷികൾ ജഹ്മിയാക്കൾ അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും ഒരുപോലെ നിഷേധിച്ചു. എന്നാൽ മുഅ്തസിലിയാക്കൾ അള്ളാഹുവിന്റെ നാമങ്ങളെ സ്ഥിരീകരിക്കുന്നവരാണ്, വിശേഷണങ്ങളെ നിഷേധിക്കുന്നവരാണ്. അശ്അരികൾ അള്ളാഹുവിന്റെ നാമങ്ങളെ സ്ഥിരീകരിക്കും, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ 7 എണ്ണം അവർ സ്ഥിരീകരിക്കുകയും ചെയ്യും. 7 സിഫത്ത് വെച്ച് ബാക്കിയുള്ളതൊക്കെ അവരെന്ത് ചെയ്യും? അശ്അരികൾ നിഷേധിക്കും. അപ്പോ ജഹ്മിയ കക്ഷി എന്ന് പറയുമ്പോൾ ജഹ്മു ബിൻ സഫ്വാന്റെ അനുയായികൾ അവർ നാമങ്ങളെയും വിശേഷണങ്ങളെയും ഒരുപോലെ നിഷേധിക്കുന്നവരാണ്. ജഹ്മിയ കക്ഷിയോട് 100-ൽ 100 കൂറുള്ളവരല്ല മുഅ്തസിലിയ കക്ഷി. മുഅ്തസിലിയ കക്ഷി വാസിൽ ബിൻ അത്തായിലേക്ക് ചേർക്കപ്പെട്ടിട്ടാണ് ഉള്ളത്. അവർ അള്ളാഹുവിന്റെ നാമങ്ങളെ സ്ഥിരീകരിക്കും, വിശേഷണങ്ങളെ മുഴുവൻ നിഷേധിക്കും. അശ്അരിയ കക്ഷി അബുൽ ഹസൻ അൽ അശ്അരിയിലേക്ക് ചേർക്കപ്പെട്ട കക്ഷിയാണ്. അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ല ഈ പിൽക്കാലക്കാർ ജൽപ്പിക്കുന്നതായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് നിരക്കാത്ത അഖീദയിൽ നിന്നൊക്കെ അദ്ദേഹം ഒഴിയുകയും അദ്ദേഹം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തിലേക്ക് മടങ്ങി തൗബ ചെയ്ത് ഈ ദുനിയാവിനോട് വിട പറഞ്ഞൊരു മഹാനാണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ടാണ് അൽ അശ്അരിയ കക്ഷിയുള്ളത്. അശ്അരിയ കക്ഷിയെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് മുഅ്തസിലിയത്തിനെ പോലെ അള്ളാഹുവിന്റെ ഇസ്മുകൾ സ്ഥാപിച്ചു, അള്ളാഹ്ക്ക് ഇസ്മുകൾ ഉണ്ട് എന്നുള്ളത് അവർ സമ്മതിച്ചു. എന്നാൽ മുഅ്തസിലിയ കക്ഷി മുഴുവൻ സിഫാത്തുകളെയും വിശേഷണങ്ങളെയും നിഷേധിച്ചപ്പോൾ അശ്അരിയാക്കൾ 7 സിഫത്തുകളെ സ്ഥാപിക്കുകയും ബാക്കിയുള്ളതിനെ നിഷേധിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ ഹയാത്ത്, അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ സമഅ്, അള്ളാഹുവിന്റെ ബസർ, ഇങ്ങനെ തുടങ്ങിയ അള്ളാഹുവിന്റെ 7 സിഫത്തുകൾ എന്ത് ചെയ്ത് അവര് സ്ഥിരീകരിച്ചു. ബാക്കിയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ടുള്ള അള്ളാഹു അവന്റെ അർശിന് മീതെയാകുന്നു, അള്ളാഹു ഭൗമാന്തരീക്ഷത്തോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങും തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പറഞ്ഞതായ അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്ചര്യം കൂറും, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ചിരിക്കും തുടങ്ങി നമ്മൾ ഹദീസുകളിലും അതേപോലെ തന്നെ ആയത്തുകളിലും ഒക്കെ അള്ളാഹുവിന് പറഞ്ഞതായ ധാരാളം സിഫത്തുകളുണ്ട്. ആ സിഫത്തുകളൊക്കെ എന്ത് ചെയ്യും? അശ്അരികൾ അവർ നിരാകരിക്കുന്നവരാണ്. അപ്പോ മുഅത്തില എന്ന് പറയുമ്പോൾ അവിടെ മുഅ്തസിലിയത്തിന്റെയും അശ്അരിയത്തിന്റെയും വിശ്വാസം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കക്ഷികളിൽ നിന്നൊക്കെ ഒഴിവാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളെ പടപ്പുകളുടെ സിഫത്തുകളോട് ഉപമിച്ച മുശബ്ബിഹ കക്ഷിയിൽ നിന്നും ഒഴിവാണ്. ഇവക്ക് മധ്യയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ. അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, വഹും വസതുൻ ഫീ ബാബി അഫ്ആലില്ലാഹി ബൈനൽ ജബരിയ്യത്തി വൽ ഖദരിയ്യത്തി വഗൈരിഹിം. വഹും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വസതുൻ മധ്യമ നിലപാടിലാണ്. ഇവിടെ ഫീ ബാബി അഫ്ആലില്ലാഹ് അള്ളാഹുവിന്റെ പ്രവൃത്തികളുടെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ പ്രവൃത്തികളുടെ വിഷയത്തിൽ മധ്യമ നിലപാടുകാരാണ്. ആരുടെ മധ്യയാണ്? ബൈനൽ ജബരിയ്യ, ജബരിയ്യത്തിന്റെയും വൽ ഖദരിയ്യ, ഖദരിയ്യത്തിന്റെയും വഗൈരിഹിം, അതല്ലാത്ത മറ്റു കക്ഷികളുണ്ട്, അവരുടെ മധ്യയാണുള്ളത്. അപ്പൊ എന്താണ് ജബരിയ്യത്തിന്റെ വിശ്വാസം? എന്താണ് ഖദരിയ്യത്തിന്റെ വിശ്വാസം? അള്ളാഹുവിന്റെ പ്രവൃത്തിയുടെ വിഷയത്തിൽ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മധ്യമ നിലപാടിന്റെ പ്രത്യേകത എന്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജബരിയ്യത്ത് പറഞ്ഞത് അവർ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചു. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് അടിയാറുകളുടെ കർമ്മങ്ങൾ, അടിമകളുടെ കർമ്മങ്ങൾ, പടപ്പുകളുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചും അള്ളാഹുവിന്റെ വേണ്ടുകയും ഉദ്ദേശവും അനുസരിച്ചാണ്. അള്ളാഹു ആകുന്നു എല്ലാം പ്രവർത്തിക്കുന്നത് എന്നവർ സമ്മതിച്ചു, ഖദർ സമ്മതിച്ചു. പക്ഷേ പടപ്പുകളുടെ പ്രവൃത്തികളെ അല്ലെങ്കിൽ പടപ്പുകളുടെ ഉദ്ദേശത്തെ അവർ പാടെ നിഷേധിച്ചു. എന്താ അവർ പറഞ്ഞത്? പടപ്പുകൾക്ക് ഒരു സ്വാതന്ത്ര്യമല്ല, എല്ലാം പടച്ചവന്റെ തീരുമാനം അനുസരിച്ചാണ്, പടപ്പിന് ഒരു സ്വാതന്ത്ര്യവുമില്ല, ഒരു കഴിവുമില്ല. പടപ്പിന്റെ പ്രവൃത്തിയുടെ ഉപമ കാറ്റിൽ ഉലയുന്ന ഒരു വൃക്ഷത്തെ പോലെയാണ്. കാറ്റിൽ ഇടത്തോട്ടും വലത്തോട്ടും
ഉലയുന്ന ഒരു വൃക്ഷം എപ്രകാരമാണ് അതുപോലെയാണ് ഒരു ദാസൻ. അവൻ അള്ളാഹു നിർബന്ധിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നവൻ. ഒരു സ്വാതന്ത്ര്യവും മനുഷ്യനില്ല, എല്ലാം അള്ളാഹുവിന്റെ പ്രവൃത്തികളാണ് എന്ന്. അള്ളാഹുവിന്റെ ജബർ, നിർബന്ധത്തിൽ അടിപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ മനുഷ്യൻ എന്ന് പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ. അതുകൊണ്ടാണ് അവർക്ക് ജബരിയ എന്ന് പേര് പറഞ്ഞത്. ദാസന്റെ പ്രവൃത്തിയൊക്കെ അള്ളാന്റെ പ്രവൃത്തിയാണ്. ഇതാണ് അവരുടെ വാദം. ദാസൻ ഒരു സ്വാതന്ത്ര്യമല്ല. ഈ വിശ്വാസം കാട് കയറിയിട്ടാണ് അദ്വൈതവാദത്തിലേക്ക് പലരും എത്തിയത്. ആ ദാസന്റെ പ്രവൃത്തിയൊക്കെ അള്ളാന്റെ പ്രവൃത്തിയെന്ന് പറഞ്ഞാൽ എന്താ? ദാസൻ പ്രവർത്തിക്കണമൊക്കെ അള്ളാഹ് പ്രവർത്തിക്കാണ്. അപ്പൊ ദാസൻ അള്ളയാണ്. ഒരു ദാസൻ നടക്കുന്നുവെങ്കിൽ അള്ളയാണ് നടക്കുന്നത്. അതുകൊണ്ട് ദാസനിൽ അള്ളാഹു സന്നിവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്വൈതവാദത്തിലേക്ക് വരെ ഈ ജബരിയത്തിൽ നിന്ന് കാട് കയറിയിട്ട് പലരും പോയി. അപ്പൊ ഇവിടെ ജബരിയാക്കൾ എന്ത് ചെയ്തു? ദാസന്റെ സ്വാതന്ത്ര്യത്തെ പാടെ നിഷേധിച്ചു. അള്ളാഹുവിന്റെ ഖദറിനെ അവര് സമ്മതിക്കുകയും ചെയ്തു. ഖദരിയാക്കൾ എന്താ ചെയ്തത്? ഖദരിയാക്കൾ നേരെ തിരിച്ച് അവര് പറഞ്ഞത്, ദാസന്റെ അടിമകളുടെ പ്രവൃത്തികളിൽ അടിമകൾ സ്വതന്ത്രരാണ്, അള്ളാഹ്ക്ക് യാതൊരു തീരുമാനമില്ല, ഖദറുമില്ല. നേരെ തിരിച്ച് അള്ളാഹുവിന് യാതൊരു തീരുമാനവുമില്ല, നിശ്ചയവുമല്ല. ദാസൻ അവൻ പ്രവർത്തിക്കുന്നതിൽ സ്വതന്ത്രനാണ്. അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനോ, അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള ഒരു എഴുത്തോ, അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള നിശ്ചയമോ അറിവോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവൃത്തിയോ കർമ്മോ ഇല്ലാതെയാണ് ദാസന്റെ പ്രവൃത്തി. അപ്പൊ അള്ളാഹുവിന്റെ ഖദറിനെ അവര് പാടെ നിഷേധിച്ചു. ദാസന്റെ പ്രവൃത്തി അവര് സ്ഥിരീകരിക്കുകയും ചെയ്തു. എത്രമാത്രം? ദാസന്റെ അടിമകളുടെ പ്രവൃത്തി അതിന്റെ സൃഷ്ടാക്കൾ അടിമകളാക്കിയിട്ട് അവരെന്ത് ചെയ്ത് പറഞ്ഞു. അതുകൊണ്ടാണ് അവരെ കുറിച്ച് അവരെന്ത് ചെയ്ത് അള്ളാഹുവിന്റെ പ്രവൃത്തിയല്ല ദാസന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞു. അടിമകൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അടിമകളാണ് അതിന്റെ സൃഷ്ടാക്കൾ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവരെ മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തികളിലെ മജൂസികൾ എന്ന് പറയുകയുണ്ടായി. ഹദീസുകളിൽ വരെ വന്നിട്ടുണ്ട്, ഖദറിനെ നിഷേധിക്കുന്നവർ ഈ ഉമ്മത്തികളിലെ അഗ്നി ആരാധകർ മജൂസികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? അവര് അള്ളാഹുവിനെ കൂടാതെ കുറെ ഖാലിഖീങ്ങളെ, സൃഷ്ടാക്കളെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു ദാസൻ പ്രവർത്തിക്കുന്നതിൽ ദാസന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവന്റെ പ്രവൃത്തി അത് അള്ളാഹുവിന്റെ ഉദ്ദേശവും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും കാരണത്താലാണ്. ഇതിനെ അവർ നിഷേധിക്കുകയില്ല. അപ്പോ ജബരിയത്തിന്റെ പ്രത്യേകത, അവർ ദാസന്റെ സ്വാതന്ത്ര്യമൊക്കെ ഒഴിവാക്കി. ഒക്കെ അള്ളാഹുവിന്റെ ഖദറിനനുസരിച്ചാണ്. ദാസന് യാതൊരു സ്വാതന്ത്ര്യമല്ല. ഖദരിയാക്കളോ, അള്ളാഹ്ക്ക് യാതൊരു തീരുമാനമല്ല. ദാസന്റെ പ്രവൃത്തികളൊക്കെ ദാസനാണ് ചെയ്യുന്നത്. അതിൽ യാതൊരു സ്വാതന്ത്ര്യവും സൃഷ്ടിപ്പും അള്ളാഹുവിനില്ല. രണ്ടു കൂട്ടരും രണ്ടറ്റങ്ങളിൽ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മധ്യമ നിലപാടുകാരൻ. എന്താ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്? ഒരു ദാസന്റെ പ്രവൃത്തി അത് അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ചാണ്. അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ നിശ്ചയവും അള്ളാഹുവിൽ നിന്നുള്ള രേഖപ്പെടുത്തലും അള്ളാഹുവിൽ നിന്നുള്ള സൃഷ്ടിപ്പും നടന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ദാസന്റെ പ്രവൃത്തി നടക്കുന്നത്. എന്നാൽ ദാസന് സ്വാതന്ത്ര്യമല്ലേ? ദാസന് സ്വാതന്ത്ര്യവും ഉദ്ദേശവുമുണ്ട്. ദാസൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയിൽ അവന്റെ ഇച്ഛയുണ്ട്, അവന് സ്വാതന്ത്ര്യമുണ്ട്. വമാ തശാഊൻ ഇല്ലാ അൻ യശാ അല്ലാഹ്, നിങ്ങൾ എന്തുദ്ദേശിക്കുന്നുവോ അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്താലാണ്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, ആ ഉദ്ദേശമാണ് എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദാസന് ഉദ്ദേശമുണ്ട്, അടിമകൾക്ക് ഉദ്ദേശമുണ്ട്, പക്ഷെ അത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനും അവന്റെ സൃഷ്ടിപ്പിനും അനുസരിച്ചാണ് ദാസന്മാരുടെ ഉദ്ദേശം അനുസരിച്ചുള്ള അവരുടെ പ്രവൃത്തി. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അപ്പോ അള്ളാഹുവിന്റെ ഖദറിനെ സ്ഥിരീകരിച്ചു, ദാസനുള്ള ഇഖ്തിയാർ സ്വാതന്ത്ര്യം അതും സ്ഥിരീകരിച്ചു അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്.
അതുകൊണ്ടാണ് ജബരിയത്തിന്റെയും ഖദരിയത്തിന്റെയും മധ്യയാണ് എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞത് ഈ പ്രവൃത്തികളുടെ വിഷയത്തിൽ. മൂന്നാമത്തെ സവിശേഷത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുന്നത് വഫി ബാബി വഈദില്ലാഹ് ബൈനൽ മുർജിഅത്തി വൽ വഈദിയ്യത്തി മിനൽ ഖദരിയ്യത്തി വഗൈരിഹിം. അള്ളാഹുവിന്റെ വഈദിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ബൈനൽ മുർജിയത്തിന്റെയും വൽ വഈദിയ്യ മിനൽ ഖദരിയ്യ, ഖദരിയ്യ കക്ഷിയിൽപ്പെട്ട വഈദിയ്യ കക്ഷിയുടെയും മധ്യത്തിലാണ്, വഗൈരിഹിം അവരല്ലാത്തവരുടെയും മധ്യയാണ്. അപ്പൊ എന്താണ് അള്ളാഹുവിന്റെ വഈദ്, എന്താണ് മുർജിയ കക്ഷിയുടെ നിലപാട്, ഖദരിയ്യ കക്ഷിയിലെ വഈദിയ്യ കക്ഷിയുടെ നിലപാട്, അത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. മുർജിയ കക്ഷി ഇസ്ലാമിക ലോകത്ത് ഉടലെടുത്ത ഒരു ചിന്താ പ്രസ്ഥാനം. അവർക്ക് എന്തുകൊണ്ട് മുർജിയത്ത് എന്ന പേര് വന്നു, അതിന് പല കാരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇവിടെ നമുക്ക് അറിയേണ്ടതായ കാരണം, ഇവർ ഈമാനിൽ നിന്ന് കർമ്മങ്ങളെ പിന്തിപ്പിച്ചു എന്നുള്ളത്. എങ്ങനെ? ഒരാൾ മുസ്ലിം ആണ്, മുഅ്മിനാണ്, കേവലം അയാൾ മുസ്ലിമാണ്, മുഅ്മിനാണ്, പക്ഷെ അയാളിൽ നിന്ന് കുറെ തെറ്റുകൾ വന്ന് അയാൾ കള്ള് കുടിച്ച് വ്യഭിചരിച്ചു. മുർജിയ കക്ഷി പറഞ്ഞത് അയാൾ കള്ള് കുടിച്ചാലും വ്യഭിചരിച്ചാലും അയാൾ 100ൽ 100 മുഅ്മിനാണ്, അയാളുടെ ഈമാൻ ഒരു കുറവും വന്നിട്ടില്ല. കർമ്മങ്ങൾ, തെറ്റായ കർമ്മങ്ങൾ ഈമാനിന്റെ തോതിനെ കുറക്കും. മുഅ്മിനായ ഒരു മനുഷ്യൻ തെറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ 100ൽ 100 മുഅ്മിനാണെന്ന് പറയാൻ പറ്റൂല. പക്ഷേ മുർജിയ കക്ഷി എന്ത് ചെയ്ത്? അമലുകളെ ഈമാനിൽ നിന്ന് പിന്തിപ്പിച്ച്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്താ? സൽപ്രവർത്തികൾ ഈമാനിനെ മാറ്റിക്കൂട്ടും. അപ്പൊ സൽപ്രവർത്തികളെ അനുസരിക്കുന്നതനുസരിച്ച് ഈമാന്റെ തോത് കൂടും. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ തെറ്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ തെറ്റ് പ്രവർത്തിക്കുന്നതനുസരിച്ച് ഈമാന്റെ ദറജ, തോത് അയാളിൽ കുറയുകയും ചെയ്യും. മുർജിയ കക്ഷി പറഞ്ഞ എന്താ? കേവലം ഒരാൾ ഈമാൻ, ഞാൻ മുഅ്മിനാണ്, മുസ്ലിമാണെന്ന് പറയുന്നതോടുകൂടി അയാൾ എന്തായി? പിന്നെ എന്ത് തെറ്റ് ചെയ്താലും അയാൾക്ക് ഈമാനിൽ ഒരു കുറവും വരില്ല. അങ്ങനെ അവരെന്ത് ചെയ്ത്? കർമ്മങ്ങളെ ഈമാനിൽ നിന്ന് പിന്തിപ്പിച്ചത് കാരണത്താൽ പിന്തിപ്പിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് അവർക്ക് മുർജിയാക്കൾ എന്ന പേര് വന്നത്. അവര് പറഞ്ഞത് എന്താ? ഹൃദയം കൊണ്ടൊരാള് അംഗീകരിച്ചു കഴിഞ്ഞാൽ അയാൾ മുഅ്മിനായി. ഇപ്പൊ ഞാനും അള്ളാഹുവിൽ വിശ്വസിച്ചു, മലക്കളിൽ വിശ്വസിച്ചു, കിതാബിൽ വിശ്വസിച്ചു, നബിമാരിൽ വിശ്വസിച്ചു, അന്ത്യനാളിൽ വിശ്വസിച്ചു, ഖദറിൽ വിശ്വസിച്ചു എന്നുള്ള ഇത് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നതോട് കൂടി തന്നെ അയാൾ 100ൽ 100 മുഅ്മിനായി. പിന്നെ അയാൾ ഇനി കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും തെറ്റുകൾ പ്രവർത്തിച്ചാലും അയാൾ മുഅ്മിനാണ്. ഇതാണ് മുർജിയാക്കളുടെ വാദം. ഒരാൾ വൻപാപം ചെയ്ത് ഒരാൾ എന്ത് ചെയ്ത്? മുഅ്മിനാണെന്നുള്ളത് കൽബിൽ അംഗീകരിച്ച്, എന്നിട്ട് അയാൾ വ്യഭിചരിച്ച്, മോഷ്ടിച്ച്, കള്ള് കുടിച്ച്, കൊള്ളയടിച്ച്, മുർജിയാക്കളുടെ വിശ്വാസപ്രകാരം അയാൾ 100 മുഅ്മിന. അയാൾ ഈമാനിന്ന് പുറത്തു വീണോ അല്ലെങ്കിൽ അയാളുടെ ഈമാൻ കുറയുകയോ ചെയ്യൂല. അത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് നിരക്കാത്തതാണ്. എന്തുകൊണ്ട്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ വിഷയത്തിൽ പറയുമ്പോൾ മനസ്സിലാക്കും. ഇതാണ് മുർജിയാക്കൾ. എന്നാൽ വഈദിയ എന്ന് പറയുന്ന കക്ഷിയോ? വഈദിയ എന്ന് പറയുന്ന കക്ഷി അവർ ഖദരിയാക്കളിൽപ്പെട്ട കക്ഷിയാണ്. ഉദ്ദേശം മുഅ്തസിലിയത്തിനെയും ഖാരിജിയത്തിനെയും, ഖവാരിജുകളെയും മുഅ്തസിലിയത്തിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ മുഅ്തസിലിയത്തിന്റെയും ഖവാരിജുകളുടെയും നിലപാട്? അവര് പറഞ്ഞ് മുഅ്മിനായ ഒരു മനുഷ്യൻ വൻപാപം ചെയ്താൽ
അയാൾ ഈമാനിൽ നിന്ന് പുറത്തുപോയി. ഈമാനിൽ നിന്ന് പുറത്തുപോയി. മരിച്ചാലോ ശാശ്വതമായിട്ട് നരകത്തിലാണ്. ശരിക്കും മനസ്സിലാക്കണം. ഒരു കൂട്ടര് മുർജിയാക്കൾ പറഞ്ഞ എന്താണ്, ഈമാൻ കൽബിൽ ഉൾക്കൊണ്ടിട്ട് വ്യഭിചരിച്ചാലും കള്ളു കുടിച്ചാലും ഒക്കെ അയാൾ പൂർണ്ണ മൂമിനാണ്, അയാൾ മരിച്ചാലും സ്വർഗത്തിലാണ്. ഇത് മഹാപരാധം. ഈ വിഭാഗം മുഅ്തസിലിയാക്കളും ഖവാരിജികളും എന്താ പറഞ്ഞത്, ഒരാൾ മുസ്ലിമാണ്, മുഅ്മിനാണ്, പക്ഷെ അയാളിൽ നിന്നൊരു തെറ്റ് വന്നു പോയി, അയാൾ കള്ളു കുടിച്ച് മദ്യപിച്ച് അല്ലെങ്കിൽ അയാൾക്ക് നിന്ന് വേറെ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ അയാൾ മരിച്ചാൽ ശാശ്വതമായിട്ട് നരകത്തിലാണ്. ഒരിക്കലും നരകത്തിൽ നിന്ന് അയാൾ പുറത്തു കടക്കൂല. ഇതാണ് ഖവാരിജികളും മുഅ്തസിലിയാക്കളും പറഞ്ഞത്. പക്ഷെ അയാൾ ദുനിയാവിൽ എങ്ങനെ? ദുനിയാവിൽ അയാളുടെ അവസ്ഥ എന്താ? ദുനിയാവിൽ അയാളുടെ അവസ്ഥ മുഅ്തസിലിയാക്കൾ പറഞ്ഞ് അയാള് ഈമാനിൽ നിന്ന് പുറത്തുപോയി. എന്നാ കുഫറിൽ പ്രവേശിച്ചോ? കുഫറിൽ പ്രവേശിച്ചില്ല. പിന്നെയോ ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിൽ ഒരു സ്ഥാനത്താണ് അയാളുള്ളത്. ഈമാനിൽ നിന്ന് പുറത്തു പോയിക്കുന്നു, എന്നാ കുഫറിലേക്കോട്ട് എത്തിയിട്ടില്ല. ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിൽ ഒരു സ്ഥാനത്താണ്. മൻസിലത്തും ബൈനൽ മൻസിലത്തൈൻ. ഈമാനാകുന്ന സ്ഥാനം, കുഫറാകുന്ന സ്ഥാനം, അതാണ് മൻസിലത്തൈൻ, രണ്ട് സ്ഥാനം. അതിനിടയിൽ ഒരു മൻസിലത്ത് സ്ഥാനത്താണ് അവരുള്ളത്. ഈമാനിന്ന് വിട്ട് ആള് തെറ്റ് ചെയ്തതോടുകൂടി എന്നാ കുഫറിലെത്തിയോ? കുഫറിലെത്തിയിട്ടില്ല. അത് ദുനിയാവും. അയാൾ മരിച്ചാലോ ആഖിറത്തിൽ അയാൾ ശാശ്വതമായിട്ട് നരകത്തിലാണ്. ഇതാണ് മുഅ്തസിലിയാക്കളുടെ വാദം. മുഅ്തസിലിയാക്കളിൽ ഒരു അടിസ്ഥാനം തന്നെ വഴീദ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു അടിസ്ഥാനമുണ്ട്, അതിന്റെ വ്യാഖ്യാനം അതാണ്. ഖവാരിജികൾ അവർക്ക് ഇഷ്കാലല്ല. മുഅ്മിനായ ഒരു മനുഷ്യൻ കള്ളുപിടിച്ചു എങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്നും ഈമാനിൽ നിന്നും പുറത്തുപോയി, കുഫറിലായി, കാഫിറായി, അയാൾ ശാശ്വതമായി നരകത്തിലായിരിക്കും. അപ്പൊ എന്തു വേണം? കാഫിറായ മനുഷ്യനെ, മുർത്തദായ മനുഷ്യനെ കൊല്ലണം. അതുകൊണ്ടാണ് ഖവാരിജികൾ ചരിത്രത്തിന്റെ ഇന്നലകളിൽ മുസ്ലിം സമുദായത്തിനെതിരിൽ ആയുധമെടുത്ത് മുസ്ലിമീങ്ങളെ കൊന്നെടുക്കാൻ തുടങ്ങിയത്. അവരുടെ അനന്തരാവകാശികൾ ഇപ്പോഴും പൊട്ടിത്തെറികളും അതേപോലെ തന്നെ ആക്രമണങ്ങളും അഴിച്ചുവിട്ട് മുസ്ലിം സമൂഹത്തിൽ പരാക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അലിയാരെ കൊന്നത് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹുവിനെ കൊല്ലാൻ ശ്രമിച്ചത്, അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിനെ കൊല്ലാൻ ശ്രമിച്ചത് ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ. അവര് പറഞ്ഞത് മുഅ്മിനാണ്, പക്ഷെ വൻപാപം ചെയ്തു പോയി, അതോടുകൂടി ഈമാനിന്ന് പുറത്തായി, കാഫിറായി. ഖവാരിജിയാക്കളെ പറഞ്ഞു മരിച്ചാലോ നരകത്തിൽ ശാശ്വതവാസിയാണ്, നരകത്തിൽ ഒരിക്കലും പുറത്തെടുക്കില്ല. ഇതാണ് ആരുടെ വാദം? മുഅ്തസിലിയ, ഖവാരിജ് എന്ന് പറയുന്ന വഈദിയ കക്ഷികളുടെ വാദം. ഖദരിയ കക്ഷികളിൽപ്പെട്ട വഈദിയ കക്ഷികളിൽപ്പെട്ടവരാണ് ആര്? മുഅ്തസിലിയത്ത്, ഖവാരിജ്. ഈ വിഷയത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ ഈ വിഷയത്തിൽ, അള്ളാഹുവിന്റെ വഈദിന്റെ വിഷയത്തിൽ മുർജിയത്തിനും വഈദിയത്തിനും ഇടയിലാണ്. എന്താ അള്ളാഹുവിന്റെ വഈദ്? അതായത് മുഅ്മിനായ ഒരു മനുഷ്യൻ, ഈമാൻ ഉൾക്കൊണ്ടൊരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അയാളുടെ തെറ്റിനനുസരിച്ച് അയാളുടെ ഈമാന്റെ തോത് കുറയും. ഒരാൾ മുഅ്മിനാണ്, പക്ഷെ അയാൾ കള്ളുടിച്ച് മദ്യപിച്ച് നഊദുബില്ലാഹ്, എങ്കിൽ അയാൾ ഈമാനിന് പുറത്തു പോകില്ല. അയാൾ മുഅ്മിനാണ്, പക്ഷെ അയാളുടെ ഈമാന്റെ തോത് അയാൾക്ക് കുറയുകയാണ് ഉണ്ടായത്. മനസ്സിലായി? നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മദ്യപിച്ചവരുണ്ട് ചിലർ, അതേപോലെ തന്നെ വ്യഭിചാര കുറ്റത്തിൽ അകപ്പെട്ടവരുണ്ട് ചിലർ. അബൂ മെഹ്ജൻ മദ്യപാനിയായിരുന്നു, മദ്യം കുടിച്ചിരുന്നു ചില സമയങ്ങളിൽ. പക്ഷേ അദ്ദേഹത്തിന് ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കിയത്? അദ്ദേഹം മുഅ്മിനാണ്, പക്ഷേ തെറ്റ് പ്രവർത്തിച്ചു.
എന്നതിലാണ്, ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് ചെയ്തത് എന്നതിലാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വാളിനിരയാക്കിയില്ല. ദീനിൽ നിന്ന് പുറത്തുപോയി, ഈമാനിൽ നിന്ന് പുറത്തുപോയി മുർത്തദായി നൽകി. ഖവാരിജികളുടെ നിലപാട് പ്രകാരം എന്താ? ഈമാനിൽ നിന്ന് പുറത്തുപോയി മുർത്തദായിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊല്ലണം എന്നുള്ളത്. ഖാമിദിയ, മായിസ് എന്നിവർ വ്യഭിചരിച്ച് അവരിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. വിവാഹിതർ വ്യഭിചരിച്ചല്ല എറിഞ്ഞുകൊല്ലൽ ശിക്ഷ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖാമിദിയെ കുറിച്ച്, മായിസ് റളിയല്ലാഹു അൻഹുമ അവരെ കുറിച്ച് പറഞ്ഞത് എന്താ? അവർ തൗബ ചെയ്തിട്ടുണ്ട്. ആ തൗബ മദീനയിൽ ജീവിച്ചിരിക്കുന്ന 70 പേർക്ക് വീതം വെച്ചാൽ അവർക്കത് മതിയാകും എന്നാ പറയുന്നത്. അത്രമാത്രം വലിയ തൗബയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? അവർ ഈമാനിന് പൂർണ്ണമായിട്ട് പുറത്തു പോയിട്ടില്ല. പിന്നെയോ അവർ വിശ്വാസത്തിൽ തന്നെയാണുള്ളത്, തൗബ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അവർ നരകവാസികളല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈമാനിന്റെ ദറജ അവരിൽ നിന്ന് കുറയും. ഏതുപോലെ പുണ്യങ്ങൾ പ്രവർത്തിച്ചാൽ ഈമാനിന്റെ ദറജ കൂടുമെന്നതുപോലെ ലിയസ്ദാദല്ലദീന ആമനു ഈമാന, വിശ്വസിച്ചവർക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഈമാൻ വർദ്ധിക്കുക എന്നുള്ളതുണ്ട്. അതേപോലെ ഈമാന്റെ തോത് കുറയുക എന്നുള്ളതും ഉണ്ട്. ഒരാൾ വിശ്വാസിയാണ്, അയാൾ തെറ്റ് ചെയ്താൽ അയാളുടെ ഈമാന്റെ തോത് കുറയും. പക്ഷെ അയാൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഈമാനിൽ നിന്ന് പുറത്തു പോകണില്ല. എന്നാ പരിപൂർണ മൂമിനാണ്, 100 മൂമിനുമല്ല. പിന്നെയോ അയാളുടെ ഈമാന്റെ തോത് കുറഞ്ഞു, പക്ഷെ ഈമാനിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അപ്പോ മുർജിഅ കക്ഷിയുടെയും വഈദിയ അഥവാ ഖവാരിജ് മുഅ്തസിലിയ കക്ഷികളുടെയും മധ്യയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഉള്ളത്. വൻപാപം പ്രവർത്തിച്ചവൻ ശിക്ഷ അർഹിക്കുന്നവനാണ്, അവൻ ശിക്ഷിക്കപ്പെട്ടാൽ. എന്നാൽ വൻപാപം ചെയ്തൊരു വ്യക്തി ശിക്ഷിക്കപ്പെട്ടാൽ തന്നെയും നരകത്തിൽ ശാശ്വതവാസി ആവുകയില്ല, നിത്യവാസി ആവുകയില്ല. വൻപാപം ചെയ്ത ഒരു വിശ്വാസി മരിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് മുമ്പിൽ അയാളുടെ പാപം ഒരു വേള പൊറുക്കപ്പെട്ടേക്കാം. ഇനി പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അയാൾ ശിക്ഷ അർഹിക്കുന്നുവെങ്കിൽ ആ ശിക്ഷ അയാൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ശിക്ഷയുടെ നാള് കഴിഞ്ഞാൽ, ശിക്ഷ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്താൽ അല്ലെങ്കിൽ ശുപാർശകരുടെ ശുപാർശ കാരണത്താൽ അയാൾ നരകത്തിൽ നിന്ന് പുറത്തു കിടക്കും. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ധാരാളം ഹദീസുകളുണ്ട്. നരക ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തെടുക്കുന്ന ആളുകൾ ജഹന്നമിയൂൻ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ തന്നെ കാണാം ആഖിറത്തിൽ. ആരാ ജഹന്നമിയൂൻ? തങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണത്താൽ നരകത്തിൽ എറിയപ്പെട്ടവരാണ്. അവർ ശിക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെടും. മനസ്സിലായേ? അവരുടെ ശരീരത്തിൽ മുഖത്തിന്റെ വട്ടമൊഴിച്ച് ബാക്കിയുള്ളടക്കം കരിഞ്ഞിരിക്കും. പിന്നീട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നൊക്കെ പറയുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നരകത്തിൽ എറിയപ്പെട്ട ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടവർ, അള്ളാഹു അനുവാദം നൽകിയവരുടെ ശുപാർശ കാരണത്താൽ ശുപാർശയിലൂടെ എടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള തിരുമൊഴികൾ കാണാൻ സാധിക്കും. അവര് വിശ്വാസികളാണ്, തെറ്റു വന്നു പോയവരാണ്. പക്ഷെ അവരുടെ തെറ്റുകൾ അള്ളാഹു മാപ്പ ആക്കി അവർക്ക് അള്ളാഹു ശിക്ഷ നൽകിയിട്ടില്ല എങ്കിൽ അവർ നരകത്തിൽ പ്രവേശിക്കൂല. ഇനി ശിക്ഷയുണ്ടെങ്കിൽ തന്നെയും ശിക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന അവസ്ഥ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് മുർജിയത്തിന്റെയും ഖവാരിജ് മുഅ്തസില കക്ഷികളുടെയും മധ്യയാണ്. മുർജിയാക്കൾ വിശ്വാസമുള്ള ഒരു വ്യക്തി എത്ര തെറ്റ് ചെയ്താലും അയാൾ സമ്പൂർണ്ണ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്യുവാനും കുറ്റങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ലൈസൻസ് കൊടുത്ത് അവർ വളരെ വലിയ അപകടമാണ് മുസ്ലിം സമൂഹത്തിന് വരുത്തി വെച്ചത്. ഇസ്ലാമിക അധ്യാപകനങ്ങളെ അവർ യഥാർത്ഥത്തിൽ കാറ്റിൽ പറത്തുകയാണ് ചെയ്തത്. എന്നാൽ മറുകക്ഷി മുഅ്തസിലിയത്തും ഖവാരിജിയത്തും. മുഅ്തസിലിയ കക്ഷി പറഞ്ഞു, വൻപാപം ചെയ്തവൻ മരിച്ചാൽ മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ വൻപാപം ചെയ്ത് മരിച്ചാൽ നരകത്തിൽ നിത്യവാസിയാണ്, ഒരിക്കലും നരകത്തിന് പുറത്തെടുക്കൂല. എന്നാൽ ദുനിയാവിൽ അയാളുടെ അവസ്ഥ എന്താ? മുഅ്തസിലിയ കക്ഷി പറഞ്ഞു, അയാൾ ഈമാനിൽ നിന്ന് പുറത്തുപോയി,
എന്നാ കുഫറിൽ പ്രവേശിച്ചിട്ടില്ല. പിന്നെയോ കുഫറിന്റെ ഈമാന്റെ ഇടയിൽ ഒരു സ്ഥാനത്താണ് അയാളുള്ളത്. ഖവാരിജിയാക്കൾ ഈ വിഷയത്തിൽ ഇവിടെ മുഅ്തസിലത്തിനോടെതിരായി അവർ പറഞ്ഞു, വൻപാപം പ്രവർത്തിച്ച വിശ്വാസി ഈമാനിൽ നിന്ന് പുറത്തുപോയി കുഫറിലകപ്പെട്ടു, കാഫിറായി, അയാൾ വധശിക്ഷ അർഹിക്കുന്ന പാപിയാണ്, മരിച്ചാലോ നരകത്തിൽ ശാശ്വതവാസിയുമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലും തെളിച്ചത്തിലുമുള്ളത്. മറ്റു കക്ഷികളുടേത് മഹാപിഴവും വളരെ വലിയ അപകടവുമാണ്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുടെ സവിശേഷതയായിട്ട് ഇവിടെ ഉണർത്തുകയുണ്ടായത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള തുടർന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുടെ പ്രത്യേകത അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സവിശേഷത പറയുമ്പോൾ പറയുന്ന കാര്യം, وفي باب أسماء الإيمان والدين بين الحرورية والمعتزلة وبين المرجية والجهمية. وفي باب أسماء الإيمان والدين, ഈമാൻ ദീൻ എന്നീ നാമങ്ങളുടെ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ബൈനൽ ഹറൂറിയത്തി വൽ മുഅ്തസില, ഹറൂറിയത്തിന്റെയും മുഅ്തസിലിയത്തിന്റെയും ഇടയിലാണ്. വബൈനൽ മുർജിയത്തി വൽ ജഹ്മിയ, മുർജിയത്തിന്റെയും ജഹ്മിയത്തിന്റെയും ഇടയിലാണ്. എന്താ മുർജിയത്തിന്റെയും ജഹ്മിയത്തിന്റെയും ഇടയിൽ, ഹറൂറിയത്തിന്റെയും മുഅ്തസിലിയത്തിന്റെയും ഇടയിൽ എന്ന് പറയുമ്പോൾ ആ വിഷയം നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ മസലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ്. അതായത് ഒരു വൻപാപം ചെയ്ത വിശ്വാസിയെ നമ്മൾ മുഅ്മിൻ എന്ന് പറയണോ കാഫിർ എന്ന് പറയണോ? അതാണ് അസ്മാഇന്റെയും ദീനിന്റെയും വിഷയത്തിൽ എന്ന് പറഞ്ഞാല് വൻപാപം ചെയ്ത വിശ്വാസിയെ മുഅ്മിൻ എന്ന് പറയണോ അതല്ല കാഫിർ എന്ന് പറയണോ? നമ്മൾ മുമ്പ് വിശദീകരിച്ചു. ഹറൂറിയത്തും മുഅ്തസിലിയത്തും, ഹറൂറിയ എന്ന് പറയുന്നത് ഖവാരിജിയാണ്. എന്തുകൊണ്ടാണ് ഖവാരിജിക്ക് ഹറൂറിയ എന്ന് പറഞ്ഞത്? ഹറൂറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഖവാരിജികൾ അലിയാരോട് തെറ്റിപ്പിരിഞ്ഞിട്ട് പോയിട്ട് തമ്പടിച്ചത്. അലിയാർക്കെതിരിൽ അലി റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ അലി റളിയല്ലാഹു തആലയുടെ കക്ഷിയായിട്ട് വന്ന ഈ വിഭാഗം അലിയാരോട് തെറ്റിപ്പിരിഞ്ഞു പോയി. അവർ ഹറൂറ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ കേന്ദ്രീകരിച്ചത്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയോട് ബുദ്ധിയുടെ തേട്ടത്തിൽ ഒരു പെണ്ണ് വന്നിട്ട് ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ് നോമ്പുകാരി ആർത്തവകാലത്ത് നോമ്പ് നഷ്ടപ്പെട്ടത് ഖളാ വീട്ടുന്നത്, ആർത്തവകാലത്ത് നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടുന്നില്ല എന്ന് ആയിഷ അമ്മയോട് ഒരു പെണ്ണ് വന്നിട്ട് ചോദിച്ചു. ആർത്തവകാരി നോമ്പ് നഷ്ടപ്പെട്ടത് നോറ്റി വീട്ടണം, നിസ്കാരം ഖളാ വീട്ടേണ്ടതുമില്ല. അതെന്തുകൊണ്ട് എന്നൊരു പെണ്ണ് വന്നിട്ട് ആയിഷമ്മയോട് ചോദിച്ചപ്പോ ആയിഷമ്മക്ക് ആ ചോദ്യം കേട്ടപ്പോ ആ ഹറൂറിയത്തിന് അനത്തി, നീ ഹറൂറക്കാരിയാണോ എന്ന് ചോദിച്ചു. കാരണം എന്താ? ബുദ്ധി കൊണ്ട് പ്രമാണങ്ങളെ തട്ടുന്ന, ചോദ്യം ചെയ്യുന്ന, കുത്തിപ്പറയുന്ന, കളിയാക്കുന്ന, കളവാക്കുന്ന കൗമാണാര് ഹറൂറയിലുള്ള ഖവാരിജികൾ. മനസ്സിലായി? ഈ സ്ത്രീ അതെറ്റിയാണോ എന്ന് ആയിഷമ്മ വിചാരിച്ചു പോയി ഈ ചോദ്യത്തിന്റെ ശൈലി കണ്ടപ്പോൾ. പക്ഷെ ആ സ്ത്രീ അതായിരുന്നില്ല, അവരറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. പക്ഷെ ആയിഷമ്മക്ക് ആ ചോദ്യം കേട്ടപ്പോൾ എന്ത് ചെയ്ത് ഈ ഖവാരിജിന്റെ ചോദ്യമായിട്ടും അത് തോന്നി. അതുകൊണ്ട് ഉടനെ ചോദിച്ചു, ആ ഹറൂറിയത്തുൽ അൻതി, ഹറൂറാതെ നാട്ടുകാരിയാണോ എന്ന് ചോദിച്ചു. ഇന്ന് പല ആളുകൾക്കും ഉള്ള ഒരു സ്വഭാവം കൂടിയാണിത്. അള്ളാഹുവിന്റെ കിതാബിലൊരു കാര്യം വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലൊരു കാര്യം സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയണില്ലല്ലോ, അത് നമ്മുടെ അഭിരുചിക്ക് ചേരണില്ലല്ലോ, അതൊരു ബുദ്ധിക്ക് ഒക്കണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 100,000 ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഖവാരിജത്തിന്റെ ചില ഭാണ്ഡങ്ങൾ മുതുകിൽ പേറി നടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് ഇന്ന്, പ്രത്യേകിച്ച് ഈ അഖ്ലാനി ഇന്റലക്ച്വൽ മൂവ്മെന്റ്, പിന്നെ ആ ജ്വരം ബാധിച്ച ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. ഏതായാലും ഖവാരിജ് തന്നെയാണ് അവര് ഹറൂറിയ എന്ന് പറയുന്നത്. ഹറൂറയിലേക്ക് ചേർത്തിട്ടാണ് അവരെ ഹറൂറിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഹറൂറിയത്തിന്റെയും മുഅ്തസിലത്തിന്റെയും നിലപാട് എന്താ? വൻപാപം ചെയ്ത വിശ്വാസി കാഫിറാണ്. പക്ഷെ മുഅ്തസിലത്ത് എന്ത് പറഞ്ഞേ?
ഈമാനിൽ നിന്ന് വിട്ട് കുഫറിലെത്തിയിട്ടില്ല, അതിന്റെ ഇടയിൽ ഒരു സ്ഥാനത്താണ്. ഖവാരിജാക്കളോ ഹറൂരിയകള് അവർ പറഞ്ഞ കാഫിറാണ്. അപ്പൊ വൻപാപം ചെയ്തിട്ടുള്ളൊരു മുസ്ലിമിനെ കണ്ടാൽ എന്ത് ചെയ്യണം? ഖവാരിജുകളും കാഫിറാണെന്ന് വിധിക്കും. അതുകൊണ്ടാണ് അവർ അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അറുത്തു കൊന്നില്ലേ? അവരുടെ അഖീദ പ്രകാരമാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഈ ഖവാരിജാക്കൾ കണ്ട അദ്ദേഹത്തെ, എന്നിട്ട് അദ്ദേഹത്തെ കളിയാക്കിയിട്ട് ഒരു ഹദീസ് പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. മനസ്സിലായില്ലേ? ഇദ്ദേഹത്തെ അവര് രാത്രി സമയത്ത് തീ കൂട്ടിയടുത്തേക്ക് വലിച്ചയച്ചു കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ അറുത്തു കൊന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഗർഭം പിളർത്തി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് അങ്ങനെ അവര് വളരെ മോശമായ രീതിയിലാണ് പിന്നെ അവരെ റളിയല്ലാഹു അൻഹു വധിക്കേണ്ടായത്. കാരണം എന്താ? അവരുടെ വിശ്വാസപരമൊക്കെ വൻപാപം ചെയ്തവരാണ്. സഹാബികൾ ഒന്നുകിൽ അലിയാരുടെ കക്ഷിയാണ്, അല്ലെങ്കിൽ മുആവിയന്റെ കക്ഷിയാണ്. ഖവാരിജുകളുടെ കാലഘട്ടത്തിൽ, അവർ സംഘടിച്ച കാലഘട്ടത്തിൽ മുആവിയ കാഫിറാണ്, അലിയാരും കാഫിറാണ്. അതുകൊണ്ട് തന്നെ ആ പക്ഷം ചേർന്നവരും കുഫറിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരുടെ മുറകൾ അവർ പ്രയോഗിച്ചിരുന്നത്. അപ്പോ അസ്മാഉൽ ഈമാനി വദ്ദീൻ, ഈമാന്റെയും ദീന്റെയും ഇസ്മുകൾ എന്ന് പറഞ്ഞെങ്കിൽ എന്താ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിർ, മുഅ്മിൻ തുടങ്ങിയുള്ള പേരുകളാണ്. വൻപാപം ചെയ്ത ഒരു വിശ്വാസി മുഅ്മിൻ, അയാൾ കാഫിറാണോ അതല്ല മുഅ്മിനാണോ? കാഫിറാണ് എന്ന് ഖവാരിജുകൾ. എന്നാൽ മുർജിയാക്കളും ജഹ്മികളോ അവര് പറഞ്ഞ് മുഅ്മിനുൻ കാമിലുൽ ഈമാൻ, വൻപാപം ചെയ്ത മുഅ്മിന് പൂർണ്ണ മുഅ്മിനാണ്, സമ്പൂർണ്ണ മുഅ്മിനാണ്. ഒരു ഈമാന്റെ ദർജക്ക് ഒരു കോട്ടവും പറ്റിയില്ല. ഒരാൾ മുഅ്മിനാണെന്ന് കൽബുകൊണ്ട് അംഗീകരിച്ചിട്ട്, ഞാൻ മുഅ്മിനാണെന്ന് അംഗീകരിച്ചിട്ട് അയാൾ കള്ളു കുടിക്കണ്, അയാൾ വിചരിക്കണ്, അയാൾ തോന്നിയാസങ്ങൾ ചെയ്യണ്. എന്താ ജഹ്മികളും മുർജിയാക്കളും പറഞ്ഞത്? ഈമാനിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ല, അയാൾ സമ്പൂർണ്ണ മുഅ്മിനാണ്. മനസ്സിലായില്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നത് ഈമാന്റെയും അതേപോലെ ദീനിന്റെയും, ഈമാന്റെയും ദീന്റെയും ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് മുഅ്മിന്, കാഫിർ തുടങ്ങി മുസ്ലിം തുടങ്ങിയ നാമകരണം. ഈ നാമങ്ങളുടെ വിഷയത്തിൽ ഈ ഖവാരിജിയത്തിന്റെയും മുഅ്തസിലിയത്തിന്റെയും അതേപോലെ മുർജിയത്തിന്റെയും ജഹ്മിയത്തിന്റെയും മധ്യയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞാൽ എന്താ? മുഅ്മിനാണ്, അയാൾ വൻപാപം ചെയ്തു, പക്ഷെ അയാൾ ഈമാൻ എന്ന് പുറത്തോണില്ല. പിന്നെയോ എന്നാ സമ്പൂർണ്ണ ഈമാൻ ഉണ്ടല്ല, ഈമാന്റെ ദർജ അയാളിൽ കുറഞ്ഞു. ഈമാൻ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ദർജ കുറയും, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നതിനനുസരിച്ച് അയാളുടെ ഈമാന്റെ ദർജ കൂടുകയും ചെയ്യും. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് തെളിവുകളുടെ ബലത്തിൽ ഉണർത്തുക ഉണ്ടായത്. മനസ്സിലായില്ലേ? ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സവിശേഷതയായിട്ട് ഉണർത്തിയത്. ഇനി നമുക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സവിശേഷതയായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഉണർത്തിയ വിഷയം സഹാബികളുടെ വിഷയത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് തുടർത്തിയിട്ട് ആ വിഷയം ഉണർത്തും, ഇവിടെ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ സത്യദീനിൽ നമ്മളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ പിഴച്ച കക്ഷികളിൽ നിന്നും അവരുടെ പിഴച്ച വാദങ്ങളിൽ നിന്നും നമ്മുടെ അഖീദയെയും ആദർശത്തെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.